ഹായ് എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ശരിക്കും ഞങ്ങൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അവിടെ 7:30 ഓപ്പൺ ആണ്. നമ്മളൊരു 8:30 മുമ്പായിട്ട് അവിടെ ചെന്നാൽ മാത്രമേ വലിയ ക്യൂ ഇല്ലാതെ ടിക്കറ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ എത്താൻ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്കേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ഈ റിസോർട്ട് ഒരു 2 മലകൾക്കിടയിലായിട്ട്, പക്ഷെ ഒരുപാട് ഡൗണിലാണ് ഇത്. കാരണം തന്നെ എന്താ പറയുക, ഇവിടെ വലിയ തണുപ്പൊന്നും അനുഭവപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ രീതി അനുസരിച്ച് എല്ലായിടവും ചൂടാണ്. ഇവിടെയും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു സൈഡിലേക്കുള്ള അത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റിൽ AC ഓഫ് ചെയ്ത ചൂട് തന്നെയായിരുന്നു. പക്ഷേ ഏർലി മോർണിംഗിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ആ ഒരു മലയിൽ നിന്ന് മഞ്ഞൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നതൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഹോട്ടൽ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ 2-3 ഡേയ്സിന് മുമ്പ് നോക്കിയപ്പോൾ ഏകദേശം 6000 രൂപയാണ് ഒരു റൂമിന് ഇവർ കാണിച്ചിരുന്നത് ഓൺലൈനിൽ. പിന്നീട് നമ്മളിങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അതൊരു 3000 രൂപ എങ്ങാണ്ട് ആയിരുന്നു. ആ ഒരു റേറ്റിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. അതുപോലെ തന്നെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ട് തന്നെയാണ് ലേക്ക് വ്യൂ റിസോർട്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഈ ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് ചോദിച്ചാൽ അധികം ആർക്കും അറിയത്തില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് എലിഫൻറ്റ് പാസേജ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് മനസ്സിലാവും. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അത്യാവശ്യം ഇറങ്ങി നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയാണ് ഈ റിസോർട്ടിൽ. പിന്നെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടൽ കുഴപ്പമൊന്നുമില്ല. റിസോർട്ട് അത്യാവശ്യം നല്ല റിസോർട്ട് തന്നെയാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു റോഡുകളുടെയൊക്കെ അവസ്ഥയൊന്നും നമുക്ക് അത്ര അറിയില്ല. എങ്കിലും കുന്നുമലയൊക്കെയാണെന്ന് നമുക്കത് അറിയാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 2 റോഡുണ്ട്. ഈ റിസോർട്ടിലേക്ക് വരാനായിട്ട് 2 റോഡുണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കുത്ത് കയറ്റാണ്. ഒരു വണ്ടിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി വന്ന് പാർക്ക് ചെയ്യാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ റൂം സൗകര്യങ്ങളൊക്കെ ബെറ്റർ, അടിപൊളിയാണ്. റൂമിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ നൈറ്റ് ഡിന്നർ ഞങ്ങൾ പൊറോട്ട കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. നമ്മുടെ ഫുഡ് തനി നാടൻ ചിക്കൻ കറി എന്നൊക്കെ തന്നെ പറയാം. ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ നല്ല ടേസ്റ്റോട് കൂടി നല്ല കറിയും. ഫുഡ് അടിപൊളിയായിരുന്നു. ഡിന്നർ സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തി. ബുഫേ സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം എടുത്ത് കഴിക്കാം. രാവിലെ ഇഡ്ഡലി, ദോശ, പൂരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നേരെ നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ വരയാട് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തി. മുകളിൽ നിന്ന് ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇവരുടെ തന്നെ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടേക്ക് നമ്മുടെ വാഹനങ്ങളൊന്നും അവിടെ കയറ്റി വിടുകയില്ല. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇനിയും നേരെ പോയി ടിക്കറ്റ് എടുക്കണം. ഇവിടെ വന്നപ്പോൾ അധികം വലിയ തിക്കും തിരക്കുമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ്
ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇറങ്ങി വന്ന ബസ് ആളുകളെ കൊണ്ട് അവിടെ എത്തിച്ചിട്ട് ഇറങ്ങി വരുന്നതാണ്. ഇനി ഈ ബസ്സിലായിരിക്കും ഒരു പക്ഷേ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ വരയാടിനെ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വരയാടിനെ കാണാനുള്ള നാഷണൽ പാർക്കിൻ്റെ ഫൈനൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ബസ്സിൽ ഇറക്കിയിട്ട് ഇനി നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി പോകണം. നല്ല ഒരു വ്യൂ ആണ്, നല്ല മഞ്ഞുണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ ഉപരിയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, വ്യൂ ഒക്കെ കാണാനായിട്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അവരിങ്ങനെ നടന്ന് കയറി പോകുന്നു. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളും ചെറുക നടന്നു പോവുകയാണ്. വരയാടിനെ കാണാമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ യാത്ര നടന്ന് കയറുകയാണ്. വലിയ ക്ഷീണമൊന്നും യാത്രയിൽ അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു മല കയറുമ്പോൾ നമുക്കത്ര യാത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. കാരണം ചൂടില്ല, അത് തന്നെ ഒരു പ്രത്യേകത, നല്ല തണുപ്പാണ്, കൂളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം വരയാടിനെ കാണാൻ പറ്റുമോ ഇല്ല. കയറി ഇങ്ങ് മുകളിലെത്തി. പക്ഷെ ഒരു വരയാടിനെ പോലും കണ്ടില്ല. വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുന്നു. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ, സൂപ്പർ വ്യൂ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി വ്യൂ ആണ്. പിന്നെ ചെറിയ തണുപ്പുണ്ട്. നടക്കുമ്പോൾ നമുക്ക് അത്ര ക്ഷീണമൊന്നും തോന്നുന്നില്ല. അങ്ങനെ വരയാടിനെ കണ്ടു. അതിങ്ങനെ ആടുകൾ ഇങ്ങനെ തീറ്റയൊക്കെ തിന്നുകയാണ്. അമ്മയും കുഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും ഇവിടെയുള്ളവരെല്ലാവരും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ദാ ഒരു വരയാട് ഇങ്ങനെ തീറ്റ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് കാണുന്നതൊക്കെ അവിടെയൊക്കെ വരയാടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. കാണാൻ പറ്റുമോ ഇല്ലയോ, ഇത്രയും നമ്മൾ മലയൊക്കെ കയറി വന്നിട്ട് കാണാതെ പോയ വളരെ നഷ്ടമല്ലേ. പക്ഷേ കാണാൻ സാധിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകാം. നല്ല ഭംഗിയായിരുന്നല്ലോ, തിരിച്ചിറങ്ങി പോകാനൊന്നും തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല രസമുണ്ട് യാത്ര. അപ്പോൾ നമുക്ക് മുന്നോട്ട് വീണ്ടും കുറച്ചുകൂടി പോകാം. ഒരുപക്ഷെ ഇനിയും കാണാൻ സാധിച്ചാലോ. അങ്ങനെ മുകളിലത്തെ സൈഡിലൊക്കെ നിൽപ്പുണ്ട് വരയാടുകൾ, അങ്ങനെ മുകളിലൊക്കെ നിൽപ്പുണ്ട്. നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്തരുത്, അവർക്ക് പേടിയൊന്നുമില്ല. അവർ ആളുകളെ കണ്ട് പരിചയമായി. നമ്മളവരെ ടച്ച് ചെയ്യാനും ഒന്നും പോകാണ്ടിരുന്നാൽ മതി. അവരിങ്ങനെ റോഡിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ വഴിക്കൂടി ഇങ്ങനെ പോകുന്നു. നമ്മൾ അവരെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുകളിലത്തെ സൈഡിലും താഴെയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ തീറ്റയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡിലായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഒരുപാട് വരയാടിനെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വരയാടിനെയൊക്കെ കണ്ടു. അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ പ്രതീക്ഷയിൽ ഉപരിയായിട്ട് ഒരുപാട് വരയാടിനെ കാണാൻ സാധിച്ചു. എൻജോയ് ചെയ്തു. ഇവിടുത്തെ ക്ലൈമറ്റ്, തണുപ്പ് എല്ലാം സൂപ്പർ ആയിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വരയാടിനെയൊക്കെ കണ്ട് ഇനി തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ബസ് അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബസ്സിൽ കയറുന്നു, താഴെ ചെല്ലുന്നു. അവിടുന്ന് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.